കുറച്ചുകൂടെ കടുത്ത ഇവാക്വേഷൻ. വീട്ടിലുള്ള ആളുകളെ മാത്രമല്ല, അവിടെയുള്ള ഫ്ലെയിമബിൾ ഒബ്ജക്ട്സ് ആയ ഇലക്ട്രിക് ബാറ്ററീസ്, ഇഗ്നേഷൻ കോയിൽസ് എല്ലാം ഒഴിപ്പിക്കും. അതിനുശേഷം ഹോൾ ഏരിയ പവർ ഔട്ട് ചെയ്യും. എങ്കിൽ അപകട സാധ്യത കുറയ്ക്കും. ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ മാഡം. സാർ 2-3 യൂണിറ്റുകൾ വീണ്ടും വേണ്ടി വരും. ഈ ടാങ്കർ തണുക്കുന്ന ലക്ഷണം കാണുന്നില്ല. സാർ നമുക്ക് മരകഷ്ണം കൊണ്ട് ചോർച്ച തടയാൻ ശ്രമിച്ചാലോ? ടാങ്കറിന് അടിഭാഗത്താണ് പൊട്ടലുകൾ. ക്രെയിൻ കൊണ്ടുവന്ന് ലിഫ്റ്റ് ചെയ്താലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ പൊള്ളി നിൽക്കുന്ന സാഹചര്യത്തിൽ ടാങ്കർ അണക്കിയാൽ പ്രഷർ മൗണ്ട് ചെയ്യും. തണുപ്പിക്കല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. പക്ഷെ സാർ, കാറ്റിന്റെ വേഗത മാറി മാറി വരിക. നല്ല മഴക്കോളും കാണുന്നുണ്ട്. സിറ്റുവേഷൻ ഒട്ടും കൺട്രോളല്ല. മാഡം, എന്തായി? എന്താണ് തീരുമാനം? വിജയ്, ജയിലിന്റെ അവസ്ഥ എനിക്ക് ഹയർ അതോറിറ്റീസിനെ അറിയിച്ചേ മതിയാകൂ. അവർക്ക് മാത്രമേ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കൂ. മാഡം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് നിയമവും നിയമവാഴ്ചയും തിരിച്ചറിയാനുള്ള സമയമല്ല. ഡു ഓർ ഡൈ, അതാണ് സിറ്റുവേഷൻ.